കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇസ്രയേലിനെ ഒരു തെമ്മാടി രാഷ്ട്രമാണെന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. ഇസ്രയേലിൻ്റെ ചരിത്രം അറിയാത്തത് കൊണ്ടാണോ അതോ ഇറാൻ്റെ വിധ്വംസക പ്രവൃത്തികൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണോ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത്? ഒരിക്കലുമല്ല. കേരളത്തിലെ തീവ്രവാദി മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക, അതുവഴി അവരുടെ വോട്ട് നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി നടത്തിയ ഒരു പ്രസ്താവനയാണിത്. ലോകത്തിൽ 51 രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്. ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമുള്ള രാഷ്ട്രങ്ങളാണ് ലോകത്തിലേറെ. ബുദ്ധമതക്കാർക്കും ഹിന്ദുമതക്കാർക്കും ഒന്നിലധികം രാഷ്ട്രങ്ങളുണ്ട്. എന്നാൽ ഇസ്രയേലിന് ഒരു രാഷ്ട്രം മാത്രമാണുള്ളത്. അത് പലസ്തീനിലാണ്. BC 1500 മുതൽ ഇന്നയോളം ഇസ്രയേൽ ജനത പലസ്തീനിൽ താമസിച്ചു വരികയാണ്. AD 70 അവർ അവിടുന്ന് പലായനം ചെയ്തു, ശരിയാണ്. പിന്നീട് 1948 അവർ ഒരു രാഷ്ട്രം സ്ഥാപിച്ചു. ആ സ്ഥാപനത്തിന് ശേഷം 48 67 73 ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളെല്ലാം ചേർന്ന് ഇസ്രയേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ഏറ്റുമുട്ടുകയുണ്ടായി. പക്ഷേ അജയ്യ ശക്തിയായ ഇസ്രയേൽ അവരെയൊക്കെ കീഴടക്കി ജൈത്രയാത്ര തുടരുകയാണ്. ഇതിനിടയിലാണ് തീവ്ര ഇസ്ലാമിക് വിഭാഗമായിരിക്കുന്ന ഷിയാക്കൾ, അവിടെ ഏറ്റവും ആധിപത്യമുള്ള ഇറാനിൽ നിന്ന് പ്രോക്സികളെ ഉപയോഗിച്ച് ഇസ്രയേലിനെ പരാജയപ്പെടുത്തുക, അവിടെ എല്ലാത്തരം വിധ്വംസക പ്രവർത്തികൾ ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടെ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോൾ അവർ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ഒരു ന്യൂക്ലിയർ ബോംബിൻ്റെ കണ്ടുപിടുത്തമാണ്, നിർമ്മാണമാണ്. അതുവഴി ഇസ്രയേൽ രാഷ്ട്രത്തെ നിശേഷം ലോകത്ത് നിന്ന് തുടച്ചു നീക്കുക എന്ന ലക്ഷ്യം മാത്രമാണുള്ളത്. അത് മനസ്സിലാക്കിയ ഇസ്രയേൽ രണ്ടും കൽപ്പിച്ച് ആ ഒരു ഉദ്യമത്തെ പരാജയപ്പെടുത്തുവാൻ നിശ്ചയിക്കുകയുണ്ടായി. അതിനാണ് ഇപ്പോൾ അവർ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇറാനിലാകട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊരു വേര് പോലുമില്ല. 1979 മുതൽ ഷായുടെ ഭരണം അവസാനിച്ച ശേഷം ഇസ്ലാമിക റിപ്പബ്ലിക് നിലവിൽ വന്നു. അതിനെ തുടർന്ന് ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നൊടുക്കി, ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെ കാരാഗ്രഹത്തിലാക്കി, ആയിരങ്ങൾ പലായനം ചെയ്തു. ഇന്ന് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രവർത്തിക്കാനാവില്ല. മാത്രമല്ല, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഏറ്റവും ഭീകരമാണ് ഷിയാക്കളുടെ രാഷ്ട്രം. ഒരു തരത്തിലുള്ള ജനാധിപത്യവും അവിടെ അനുവദനീയമല്ല. ഒരു പെൺകുട്ടി, 22 വയസ്സുള്ള കുട്ടി, ഏതാനും മുടിയിഴകൾ പുറത്തു കാണുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് കൊന്നൊടുക്കി. അനുബന്ധമായി 500 സ്ത്രീകളെ കൊന്നൊടുക്കി. അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് അഭിമാനിക്കുന്ന പിണറായി എന്തുകൊണ്ട് അഭിനന്ദിക്കുന്നു, ശ്ലാഘിക്കുന്നു? വാസ്തവം ഇതാണ്. അവർക്ക് വോട്ട് വേണം. ഇവിടെ ഈ ജനസംഖ്യയിൽ 4% മുസ്ലിങ്ങളാണ്. ഒറ്റ വോട്ട് പോലും ഇസ്രയേലിൻ്റെ ആയിട്ട് ഇവിടെ ഇല്ല. അവരെ പ്രീണിപ്പെടുത്തുക, അതുവഴി അടുത്ത ഇലക്ഷനിൽ അല്ലെങ്കിൽ വരുന്ന ബൈ ഇലക്ഷനിൽ ജയം നേടുക എന്ന ലക്ഷ്യമാണ് അവർക്കുള്ളത്. പക്ഷെ അത് വിജയിക്കാൻ പോകുന്നില്ല. ഈ പിണറായി വിജയനാണ് കേരളത്തിൽ ഏറ്റവും അധികം അഴിമതി കാണിക്കുന്ന മന്ത്രി. സ്വജനപക്ഷപാതം, മദ്യം മയക്കും മാഫിയകളുടെ അഴിഞ്ഞാട്ടം തുടങ്ങി എല്ലാത്തരം ഹീനമായ പ്രവൃത്തികളും ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അതിനൊത്താശ കൊടുത്തുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ അല്ലേ ഏറ്റവും വലിയ ഭീകരൻ, ഏറ്റവും വലിയ അഴിമതിക്കാരൻ? അദ്ദേഹം മറ്റു ചില ആളുകളെ ഭീകരനാണെന്നും വിധ്വംസകനാണെന്നും ഭയങ്കരനാണെന്നും പറയുന്നത് തികച്ചും വിരോധാഭാസമാണ്. അത് സ്വതന്ത്ര ഇന്ത്യക്കാർ ആയിട്ട് ധാരാളം ആളുകളുടെയുണ്ട്, ജനാധിപത്യവാദികളുണ്ട്.
ദേശീയവാദികളുണ്ട്. അവർക്കൊക്കെ വേദനാജനകമായ പ്രസ്താവനയാണ്. അത് കമ്മ്യൂണിസം ഇവിടെ ഇല്ലാതാകുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് മാത്രം നാം കണക്കാക്കേണ്ടിയിരിക്കുന്നു.